വെൽക്കം ടു ഹാപ്പി ലൈഫ് TV. രക്ഷിതാക്കൾ ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും, ഒരു കാര്യം എത്ര പറഞ്ഞാലും അവൻ ചെയ്യൂല, എത്ര പറഞ്ഞാലും അവൻ അനുസരിക്കില്ല, അവനോട് പറഞ്ഞു കൊടുക്കും, എത്ര തവണ പറഞ്ഞു കൊടുത്താലും ആ കാര്യം അവൻ ചെയ്യത്തില്ലെന്ന് പലപ്പോഴും പറയാറുണ്ട്. ഇങ്ങനെ തീരുമാനങ്ങൾ അവനോട് പറഞ്ഞിട്ട് മക്കൾ തീരുമാനങ്ങൾ അനുസരിക്കാതെ വരുന്ന സമയത്ത് അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് സൈക്കോളജിസ്റ്റുകൾ നിർദ്ദേശിക്കുന്ന വളരെ ഫലപ്രദമായ ഒരു നിർദ്ദേശമാണ്, മക്കൾ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരുടെ തീരുമാനമാക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. മക്കൾ ചെയ്യണമെന്ന് നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരുടെ തീരുമാനമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കുക. അതിനുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കൾ ഗിവ് ദം ഓപ്ഷൻസ്, അല്ലെങ്കിൽ ഗിവ് ദം ചോയ്സസ്. അവർക്ക് നമ്മൾ അവസരങ്ങൾ കൊടുക്കുക. ഉദാഹരണം പറഞ്ഞാൽ, മകൻ രാവിലെ 5:30 എഴുന്നേൽക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവൻ ഓപ്ഷൻ കൊടുക്കാം, മോനെ നീ 5 മണിക്ക് എഴുന്നേക്കുവോ, 5:15 എഴുന്നേക്കുവോ, 5:30 എഴുന്നേക്കുവോ? അപ്പോൾ അവൻ ഏറ്റവും ലീസ്റ്റ്, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കുറഞ്ഞ താല്പര്യമുള്ള വിഷയമെങ്കിലും അവൻ തിരഞ്ഞെടുക്കാൻ അവൻ നിർബന്ധിതനാകും. അപ്പോൾ ഞാൻ 5:30 എഴുന്നേറ്റാളെന്ന് അവൻ പറയും. ഇനി വേണ്ട, 5, 5:15, 5:30, 5:45 ഇങ്ങനെ പറഞ്ഞാൽ അവൾക്ക് 5:45 ഞാൻ എഴുന്നേറ്റോളാം, നമുക്കത് കിട്ടിയാലും മതിയെങ്കിൽ ഓക്കെ. അവൻ ആ കാര്യം സെലക്ട് ചെയ്ത്, അല്ലെങ്കിൽ അത് അവൻ തിരഞ്ഞെടുത്ത് അവൻ അത് നടപ്പിലാക്കാൻ പോകുമ്പോൾ അവൻ്റെ റെസ്പോൺസിബിലിറ്റി ലെവൽ വളരെയധികം കൂടുതലായിരിക്കും എന്നുള്ളതാണ്. മക്കളോട് നീ അത് എന്ന് പറയുന്നതിന് പകരം ഞാനത് ചെയ്തോളാം എന്നവർ ഇങ്ങോട്ട് പറയുമ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി സെൻസ് വളരെ കൂടുതലായതുകൊണ്ട് ആ കാര്യം ഒരിക്കലും നടക്കാതെ പോകുന്നില്ല. ഒരു ഭാര്യയും ഭർത്താവും, രാവിലെ ഭർത്താവ് ജോലിക്ക് പോകുന്ന സമയത്ത് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, എടി ഞാനൊന്ന് ഉച്ചയ്ക്ക് വരുമ്പോഴേക്കും നീ ബിരിയാണി ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് ഭർത്താവ് പോയി കഴിഞ്ഞാൽ അല്പസമയം കഴിയുമ്പോഴേക്കും ആ ഭാര്യ നോക്കുമ്പോൾ വീട്ടിൽ ബിരിയാണി വെക്കാനുള്ള അരിയില്ല, അതിനകത്തിടാനുള്ള കണ്ടൻറ്റുകളില്ല, വസ്തുക്കളൊന്നും വീട്ടിലില്ലെങ്കിൽ അല്പസമയം കഴിയുമ്പോഴത്തേക്കും ഭർത്താവിന് ഫോൺ വരും. മനുഷ്യ, ഇവിടെ ബിരിയാണി വെക്കാനുള്ള അരിയില്ല, ഇവിടെ വലിയ ഉള്ളിയില്ല, ഇവിടെ കാര്യങ്ങളൊന്നുമില്ല, ഇതൊക്കെ കൊണ്ടുവന്ന് നിന്ന് കഴിഞ്ഞാൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കി തരാമെന്ന് പറയും. ഇതിന് പകരം വേറൊരു ഭാര്യയും ഭർത്താവും രാവിലെ വളരെ സ്നേഹത്തോടെ സംസാരമൊക്കെ കഴിഞ്ഞ് ഭർത്താവ് ജോലിക്ക് പോകുന്ന സമയത്ത് ആ സ്നേഹത്തിൽ നിന്ന് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ നിങ്ങൾ ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്കും ബിരിയാണി ഉണ്ടാക്കി വെക്കാം. ആ ഭർത്താവ് പോയി. അങ്ങനെ ആ ഭാര്യ അടുക്കളയിൽ ചെന്ന് നോക്കുന്ന സമയത്ത്, സ്റ്റോർ റൂമിൽ നോക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ അതേ സിറ്റുവേഷനാണ്. സാധനങ്ങളൊന്നുമില്ല, അരിയില്ല, വേറെ ഒരു വസ്തുവില്ല ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. ആ ഭാര്യ പക്ഷെ ഭർത്താവിന് വിളിക്കില്ല. ആ ഭാര്യ തന്നെ ആരെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച്, ആരെങ്കിലുമൊക്കെ കടയിലൊക്കെ പറഞ്ഞയച്ച് ആവശ്യമായ വസ്തുക്കളൊക്കെ കൊണ്ടുവന്ന് ആ കാര്യം ബിരിയാണി ഉച്ചയ്ക്ക് റെഡിയാക്കി വെച്ച് ഭർത്താവ് വരുമ്പോൾ പറയും, ഒരു മനുഷ്യ, ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞെങ്കിലും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവനെ പയ്യനെ വിളിച്ച് കടയിൽ പറഞ്ഞയച്ച് ആവശ്യമായ കാര്യങ്ങളെല്ലാം ഞാൻ കൊണ്ടുവന്ന് ഞാനങ്ങ് വെക്കുമായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സിറ്റുവേഷനിൽ ഭാര്യ ഭർത്താവിനോട് അങ്ങോട്ട് പറഞ്ഞതാണ് ഞാനത് ചെയ്യും. സോ അത് ഭാര്യയ്ക്ക് റെസ്പോൺസിബിലിറ്റി ലെവൽ അല്പം കൂടുതലാണ് അവിടെ എന്നുള്ളതാണ്. അപ്പോൾ മക്കൾ എടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന തീരുമാനം, ആ തീരുമാനം മക്കളുടെ തീരുമാനമാക്കി മാറ്റുക. അത് അങ്ങനെയാകുന്ന സമയത്ത് ഒരു കാര്യം കൂടെ അവിടെ സംഭവിക്കുന്നുണ്ട്. മക്കൾക്ക് തീരുമാനമെടുക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കുന്ന സമയത്ത്, നമ്മൾ ഗൈഡ് ചെയ്തുകൊണ്ട് അവസരം കൊടുക്കുന്ന സമയത്ത് ആ മക്കൾ അവരുടെ സ്വയം ഒരു പേഴ്സണാലിറ്റി ലെവലിൽ നന്നായി വികസിച്ചു വരുവാനും അവർക്ക് സാധിക്കും. അവരുടെ ആത്മാഭിമാനവും അതോടുകൂടെ നന്നായി വലുതാകും എന്നത് ഇതിൻ്റെ മറ്റൊരു ബൈ പ്രോഡക്റ്റാണ്. അപ്പോൾ ഏതായാലും അനുസരണശീല ഈ ഒരു തരത്തിൽ പറഞ്ഞാൽ കേൾക്കാത്ത മക്കളുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ട തീരുമാനം അവരുടെ തീരുമാനമാക്കി പരിവർത്തിപ്പിക്കുക എന്നുള്ളതാണ് അതിന് സൈക്കോളജിസ്റ്റുകൾ നിർദ്ദേശിക്കുന്ന ഒരു പരിഹാരം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മക്കൾ ആത്മാഭിമാനബോധമുള്ളവരും പറഞ്ഞാൽ കാര്യങ്ങൾ ചെയ്യുന്നവരുമായി വളർന്നു വരും. വ്യത്യസ്തമായ വിഷയങ്ങൾ, വ്യത്യസ്തമായ ഓപ്ഷൻസ് അവർക്ക് കൊടുക്കുക. ഇത് ചെയ്യാം. അപ്പോൾ അവൻ ഏറ്റവും കുറഞ്ഞ താല്പര്യമുള്ള വിഷയമാണെങ്കിലും അവനത് തിരഞ്ഞെടുക്കും. ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ അവൻ നിർബന്ധിതനാകും. ആ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവൻ്റെ ഉത്തരവാദിത്വം കൂടുതലായിരിക്കും. അങ്ങനെ നമ്മുടെ മക്കൾ നല്ല രീതിയിൽ വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകൾ വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് TV.